Hello students, നമ്മൾ ഇന്ന് applications of biotechnology in agriculture എന്ന ടോപ്പിക്കിൽ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബയോടെക്നോളജി വഴി നമുക്ക് പ്ലാന്റ്സിനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കിയാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല അല്ലേ, എസ്പെഷ്യലി ഇൻസെക്ടിസൈഡ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല. സോ വി ക്യാൻ ഡിക്രീസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് BT ടോക്സിനെ കുറിച്ചാണ്. BT ടോക്സിൻ ഒരു ബയോ പെസ്റ്റിസൈഡ് ആണ് കേട്ടോ. ഇതൊരു പ്രോട്ടീൻ ആണ്. നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ്. അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസിലാണ് BT ടോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിലെ BT സ്റ്റാൻഡ് ഫോർ ബാസിലസ് തുറിഞ്ചിയൻസിസ്. അപ്പോൾ ഈ ബാസിലസ് തുറിഞ്ചിയൻസിസിലെ BT ടോക്സിൻ കോഡ് ചെയ്യുന്ന ജീനിനെ നമ്മൾ ക്ലോൺ ചെയ്ത് പ്ലാന്റ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ വിട്ടാൽ നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കിട്ടും. അതായത് ഇൻസെക്ട്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ കിട്ടും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ BT ടോക്സിൻ എന്ന് പറയുന്നത് ബയോ പെസ്റ്റിസൈഡ് ആണ്. നമുക്ക് ഇവിടെ ഇൻസെക്ടിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ BT ടോക്സിൻ ജീൻ കൊടുത്തുകൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്തെടുത്ത പ്ലാന്റ്സിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ട്രാൻസ്ജീനിക് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഐ മീൻ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എക്സാമ്പിൾസ് BT കോട്ടൺ, BT കോൺ, റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ ആൻഡ് സോയാബീൻ എക്സെട്ര. നമുക്ക് BT കോട്ടണിലോട്ട് വരാം. BT കോട്ടൺ എങ്ങനെയാണ് പെസ്റ്റ് റെസിസ്റ്റന്റ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. സം സ്ട്രെയിൻസ് ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ് പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് ദാറ്റ് കിൽ സർട്ടൻ ഇൻസെക്ട്സ് സച്ച് ആസ് ലെപ്പിഡോപ്റ്റീറൻസ് ലൈക്ക് ടുബാക്കോ ബഡ്വർം, ആർമിവർം, കോളിയോപ്റ്റീറൻസ് ലൈക്ക് ബീറ്റിൽസ് ആൻഡ് ഡിപ്റ്റീറൻസ് ലൈക്ക് ഫ്ലൈസ്, മോസ്കിറ്റോസ്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഇൻസെക്ട്സിനൊക്കെ കൊല്ലാൻ കഴിവുള്ള ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ബാസിലസ് തുറിഞ്ചിയൻസിസിലെ ചില സ്ട്രെയിൻസ്. ഓക്കെ, ഈ ബാസിലസ് തുറിഞ്ചിയൻസിന്റെ ഗ്രോത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഫേസിൽ അവർ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. ഓക്കെ, ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസിലാണ് എന്തുള്ളത്? ടോക്സിൻ ഉള്ളത്. ഇൻസെക്ടിസൈഡൽ ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാൻ കഴിവുള്ള ടോക്സിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഡൗട്ട് വരാം, ബാക്ടീരിയ ടോക്സിൻ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് ഇത് ഹാംഫുൾ അല്ലേ എന്നല്ലേ? ഈ ടോക്സിൻ ബാക്ടീരിയനെ കില്ല് ചെയ്തില്ലേ എന്നൊരു ഡൗട്ട് വരില്ലേ? ഒരിക്കലുമില്ല. ബിക്കോസ് ബാക്ടീരിയയിൽ ഈ ടോക്സിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനാക്റ്റീവ് പ്രോടോക്സിൻ ആയിട്ടാണ്. അത് ഇനാക്റ്റീവ് ആണ്. ബട്ട് വൺസ് ഇറ്റ് ഈസ് ഇൻജസ്റ്റഡ് ബൈ ദ ഇൻസെക്ട് അതിനെ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്റ്റിന്റെ ഗട്ടിലെത്തുമ്പോൾ, ഗട്ടിൽ ആൽക്കലൈൻ pH ആണുള്ളത്. ഈ ആൽക്കലൈൻ pHൽ പ്രോടോക്സിൻ, ഇനാക്റ്റീവ് പ്രോടോക്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ആൽക്കലൈൻ pH ഓഫ് ഇൻസെക്ട് ഈസ് an important factor which is responsible for the conversion of inactive protoxin to active toxin. So who is responsible for what is the reason for the conversion of inactive protoxin to active toxin? Alkaline pH of the insect gut. ഇൻസെക്റ്റിന്റെ ഗട്ടിലാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ടോക്സിൻ ആക്റ്റീവ് ആയി. അങ്ങനെ ടോക്സിൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ടിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ പോയി ബൈൻഡ് ചെയ്യും. മിഡ്ഗട്ടിലെ എപ്പിത്തീലിയൽ സെൽസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ആ സെൽസിൽ പോഴ്സ് ഉണ്ടാകും. പോഴ്സ് എന്ന് പറഞ്ഞാൽ തുളകൾ ഉണ്ടാകും അല്ലെ? എന്നിട്ട് എന്ത് പറ്റും? സെൽ സ്വെല്ല് ചെയ്യും. സെൽ ലൈസിസ് നടക്കും. സെൽ ലൈസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡെത്ത്. അപ്പോൾ സെൽ സ്വെല്ലിംഗ് ആൻഡ് സെൽ ഡെത്ത്. സെൽ ഡെത്ത് ഉണ്ടായാൽ അതെന്തിനു കാരണമാകും? ഇൻസെക്റ്റിന്റെ ഡെത്തിന് കാരണമാകും. അപ്പൊ ബാസിലസ് തുറിഞ്ചിയൻസിസിൽ നിന്ന് ടോക്സിൻ കോഡ് ചെയ്യുന്ന ജീനിനെ എടുത്ത് നമ്മൾ പ്ലാന്റിൽ കൊടുത്തു. ആൻഡ് ഈ പ്ലാന്റിൽ ജീന്റെ എക്സ്പ്രഷൻ നടക്കും. ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീൻ അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകും. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോക്സിൻ ആണ്, BT ടോക്സിൻ ആണ്. സോ BT ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കും. നൗ ദിസ് പ്ലാന്റ് ഈസ് ട്രാൻസ്ജീനിക് എന്ന് പറഞ്ഞാൽ ഫോറിൻ ജീനെ എക്സ്പ്രസ് ചെയ്യുന്ന പ്ലാന്റ് ആയത് അല്ലെ? ട്രാൻസ്ജീനിക് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്. ഇനി ഇൻസെക്ട് ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, ഇൻസെക്ട് എങ്ങനെയാണ് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാന്റ് പാർട്സ് കഴിച്ചുകൊണ്ടാണ് അല്ലെ? അപ്പോൾ ഇൻസെക്റ്റിന്റെ ലാർവ വരുന്നു. ലാർവ വന്ന് ലീവ്സ് കഴിക്കുമ്പോൾ എന്താ പറ്റുക? ഈ ടോക്സിൻ ലാർവയുടെ ഗട്ടിലെത്തും. അപ്പൊ ലാർവയുടെ ഗട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ആൽക്കലൈൻ pH ആണുള്ളത്. ഈ ആൽക്കലൈൻ pHൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് സൊല്യൂബിലൈസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആയിട്ട് മാറും. ഇനാക്റ്റീവ് പ്രോടോക്സിൻ ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഈ ആക്റ്റീവ് ടോക്സിൻ എന്ത് ചെയ്യും? അത് ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ടിലുള്ള
സെൽസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ പോഴ്സ് ഉണ്ടാക്കും. അങ്ങനെ സെൽ സ്വെല്ലിംഗ് ആൻഡ് സെൽ ലൈസിസിന് കാരണമാകും അല്ലെ, സെൽ ഡെത്തിന് കാരണമാകും. ഫൈനലി ആര് ഡെഡ് ആകും? ഈ ലാർവ ഡെഡ് ആകും. ഓൾറൈറ്റ്, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കാം. സ്പെസിഫിക് BT toxin genes were isolated from Bacillus thuringiensis and incorporated into the several crop plants such as cotton. The choice of genes depends upon the crop and the targeted pest, as most BT toxin are insect group specific. Not the point. Underline ചെയ്ത് പഠിക്കണേ. BT toxins ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടോക്സിൻ ഉണ്ടാകും അല്ലെ. അതായത് ഒരു ടോക്സിൻ എടുത്തിട്ട് നമുക്ക് എല്ലാ ഇൻസെക്ട്സിനെയും എല്ലാ കാറ്റഗറിനെയും കൊല്ലാമെന്ന് വിചാരിക്കരുത്. ഓരോന്നിനും വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോക്സിൻസ് ഉണ്ടാകും. അതിനെ കോഡ് ചെയ്യുന്ന ജീൻസ് ഉണ്ടാവും, സ്പെസിഫിക് ജീൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് BT ടോക്സിൻസ് ആർ ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോക്സിൻ പ്രൊഡ്യൂസിങ് ജീനിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രോപ്പ് ആൻഡ് ദ ടാർഗറ്റഡ് പെസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ടോക്സിൻ ഈസ് കോഡഡ് ബൈ എ ജീൻ CRY1AC നെയിംഡ് CRY. നമ്മൾ CRY ജീൻസ് എന്നാണ് വിളിക്കുക കേട്ടോ. CRY സ്റ്റാൻഡ് ഫോർ ക്രിസ്റ്റൽസ്, പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. അപ്പോൾ ഈ CRY ജീൻസ് കുറേ ഉണ്ട്. ദർ ആർ എ നമ്പർ ഓഫ് ദം. ഏകദേശം 200ഓളം CRY ജീൻസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രം ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് ദിസ് ബാക്ടീരിയ. ഫോർ എക്സാമ്പിൾ, ദ പ്രോട്ടീൻസ് എൻകോഡഡ് ബൈ ദ ജീൻസ് CRY1AC ആൻഡ് CRY2AB. CRY1AC ആൻഡ് CRY2AB ജീൻസ് അവർ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു കൺട്രോൾ ദ കോട്ടൺ ബോൾ വേംസ്. ഓക്കെ, എന്നാൽ CRY2AB അല്ലല്ലോ, CRY1AB എന്ന് പറയുന്ന ഒരു ജീൻ, CRY1AB ആൻഡ് അത് കോഡ് ചെയ്യുന്ന ടോക്സിൻ ദാറ്റ് കൺട്രോൾസ് കോൺ ബോറർ. ഓക്കെ, അങ്ങനെ ഇൻസെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടോക്സിൻസ് ആണ് ഉള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി ഒരു മെക്കാനിസം കൂടെ പഠിക്കാനുണ്ട്. പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിൽ RNA ഇന്റർഫിയറൻസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് കാര്യമായിട്ട് അത് പറയാനുണ്ട്, അതുകൊണ്ടാണ്.